നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് മഴ ലഭിച്ചു, കാലവർഷം തുടങ്ങി. അപ്പോൾ തെങ്ങിന് ചെയ്യേണ്ട വളപ്രയോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഈ നല്ല മഴ കിട്ടിയ സ്ഥിതിക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ തെങ്ങിന് നമ്മൾ ഉണക്ക സമയപ്പം തടം മൂടിയിട്ടിരിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ തടം തുറന്നു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ വെള്ളം കെട്ടി നിൽക്കണം, വളം നിൽക്കണം. അതിന് നമ്മൾ ഈ തെങ്ങ് തടം ആദ്യം തുറന്നു കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട വളപ്രയോഗമാണ് പറയുന്നത്. നമ്മൾ ആ തെങ്ങ് തടം തുറന്നതിന് ശേഷം നമ്മൾ ബോറാക്സിൻ 100 ഗ്രാം വെച്ച് ഓരോ തെങ്ങിനും, കായ്ക്കുന്ന തെങ്ങിനും ഓരോ തെങ്ങിനും ഇട്ട് കൊടുക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഈ വെള്ളയ്ക്കൊന്നും പൊഴിഞ്ഞു വാരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനുശേഷം ചെയ്യേണ്ട വളങ്ങളെക്കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ വളപ്രയോഗം, ജൈവവളം 25 കിലോയാണ് ഒരു വർഷം നമ്മൾ കൊടുക്കേണ്ടത്. യൂറിയ 1 കിലോ, എല്ലുപൊടി 1.5 കിലോ, പൊട്ടാഷ് 2 കിലോ. ഈ വളം ഒരു വർഷത്തിൽ 2 തവണയായാണ് നൽകേണ്ടത്. കാലവർഷത്തിന് മുൻപും തുലാവർഷത്തിന് ശേഷവും നൽകാം. അല്ലെങ്കിൽ 10-5-20 കോക്കനട്ട് മിക്സർ കിട്ടും. അത് 6 കിലോഗ്രാം 2-3 തവണകളായി ഈർപ്പം നിലനിർത്തിക്കൊണ്ട് വേണം നൽകാൻ. ഓരോ തവണയും 15 ദിവസം കഴിഞ്ഞ് ബോറാക്സ് 100 ഗ്രാം വെച്ച് ഇടണം. കാരണം ഇത് പൊഴിഞ്ഞു വാരിക്കാൻ വേണ്ടിയിട്ട് വെള്ളയ്ക്കൊന്നും. ഇനി ഒരു വർഷം പ്രായമായ തെങ്ങും തൈകൾക്കിടേണ്ട വളത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് 3-1 2 വർഷം പ്രായമായ തൈകൾക്ക് 3-2 നൽകാം. 3-ാം വർഷം മുതൽ പൂർണ്ണ അളവിൽ വളം നൽകണം. അതുകൂടാതെ കായ്ക്കുന്ന തെങ്ങിൻ്റെ ചുവട്ടിലും, തൈത്തെങ്ങാന്നുണ്ടെങ്കിൽ തൈത്തെങ്ങിൻ്റെ കവിളുകളിലും ഈ കല്ലുപ്പിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചെല്ലി ആക്രമണങ്ങളിൽ നിന്നും ഈ തെങ്ങിനെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നല്ല രീതിയിൽ തെങ്ങ് സംരക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വർഷം മുഴുവൻ നല്ല ആദായം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.